ഹായ്, PRSLT കുക്കിംഗ് ആൻഡ് ട്രാവൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സോയ ബീൻസിൻ്റെ പനീർ. ഇതിനെ നമ്മൾ 8-10 മണിക്കൂർ നേരം ഈ സീഡ്സിനെ നമ്മൾ വെള്ളത്തിട്ട് വെക്കണം. അത് നന്നായിട്ട് പൊതിർന്ന കഴിഞ്ഞ ശേഷം അതിനെ നന്നായിട്ട് ഇങ്ങനെ പൊടിച്ച പോലെ ആക്കിയപ്പോൾ അതിൻ്റെ അകത്തുള്ള തോലുകളെല്ലാം നമുക്ക് കുറച്ച് കിട്ടും. അതിനെല്ലാം നമ്മൾ എടുത്ത് കളയണം. ഇതിൻ്റെ ഈ സ്കിന്ന് എന്നിട്ട് നല്ല പരിപ്പ് മാറി ഇങ്ങനെ ആയിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ എന്താക്കണം, മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു നല്ല തോർത്തിൻ്റെ അകത്ത് തേങ്ങാപ്പാൽ എടുക്കും പോലെ ഇതിനെ നമ്മൾ പിഴിഞ്ഞെടുക്കാം. ആ പിഴിഞ്ഞെടുത്ത പാലിനെ നമ്മൾ സ്റ്റൗവിൻ്റെ മേലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. എന്നാൽ പിന്നെ ഞാൻ ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കുന്ന പോലെ പാലെടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിനെ കൊണ്ടാണ് നമ്മൾ പനീർ ഉണ്ടാക്കുന്നത്. അതിനാണ് പേര് ടോഫു എന്ന്. എന്നാൽ പിന്നെ ഞാനിത് അരച്ചിട്ട് ഇതിൻ്റെ പാല് ഞാൻ എടുക്കട്ടെ. ഞാൻ സോയേനെ നന്നായിട്ട് അരച്ചിട്ട് നല്ലൊരു തോർത്ത് അല്ലെങ്കിൽ നല്ലൊരു വെള്ളത്തുണി എടുത്തിട്ട് നന്നായിട്ട് പാല് പിഴിഞ്ഞിട്ട് കിട്ടിയ പാലാണിത്. നമ്മൾ നല്ല തേങ്ങാപ്പാൽ പോലെ തന്നെയുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ മേലെ കുറച്ചൊരു പാട പോലെ വരുമല്ലേ, അതിനെ നമ്മളിങ്ങനെ ആക്കിയിട്ട് ഒന്ന് എടുത്ത് കളയണം. കുറച്ച് ഒരു പാട പോലെ വരുന്നതിനെ നമ്മൾ ഒന്ന് തിളക്കുമ്പോഴേക്ക് അതിനെ നമ്മൾ എടുത്ത് കളയാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് എടുക്കാം. തിളച്ചുകൊണ്ടത് നിൽക്കുന്ന സമയത്തൊക്കെ നമ്മളൊരു അരമുറി നാരങ്ങനെ നമ്മൾ പിഴിഞ്ഞ് കൊടുക്കാം. അപ്പം പാല് നന്നായിട്ട് പൊട്ടും. ഈ പാല് നമ്മൾ സാധാരണ പാല് പൊട്ടിക്കുന്ന പോലെ നമ്മൾ നാരങ്ങ ഒഴിച്ചിട്ട് പൊട്ടിക്കാം. അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം തണിയാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം മാത്രം കിട്ടും. ആ പൊട്ടിയ പാലിനെ നന്നായി നമ്മൾ വീണ്ടും തോർത്തിൽ ഇങ്ങനെ ഒഴിച്ചിട്ടെടുത്ത സമയത്തേക്ക് തായിൽ നന്നായിട്ട് വെറും നമ്മൾ കുറച്ച് ഒഴിച്ച ആ പച്ച വെള്ളം മാത്രം പോയിട്ട് പാല് നന്നായിട്ടുള്ള പൊട്ടിയിട്ടുള്ളത് നമുക്ക് കിട്ടും. അതിന് നന്നായിട്ട് നമ്മൾ മുറുക്ക തോർത്തിൽ കെട്ടി വെച്ചിട്ട് ഒരു കനവുള്ളൊരു സാധനം എടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഉറച്ചിട്ട് വരും. കുറച്ച് നേരം കഴിഞ്ഞ ശേഷം നമ്മളത് എടുത്തിട്ട് നമുക്ക് വേണ്ട ഒരു ബോക്സിൻ്റെ അകത്ത് നമ്മൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ ആ ബോക്സ് ഏത് ഷേപ്പിൽ നമ്മൾ ആക്കി വെച്ചോന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിൽ തന്നെ ആ ടോഫു നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇത് പാല് തിളച്ചോണ്ട് വന്നു. ഇപ്പം അതിൻ്റെ മേലുള്ള പാടയെല്ലാം ഞാൻ കുറച്ചെല്ലാം എടുത്ത് കളഞ്ഞു. രണ്ടാമതും കുറച്ച് ഇങ്ങനെ കിട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ തിളച്ച് വരുന്ന സമയത്തൊക്കെ ആ പാട ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് ഇത് നമ്മൾ കളയണം. എന്നാൽ പിന്നെ ഞാൻ ഇതിൻ്റെ നാരങ്ങ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് പൊട്ടിയ ശേഷം ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ തോർത്തിൽ ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയിട്ട് ടോഫു ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. പൊട്ടിയ പാലിനെ ഞാൻ നന്നായിട്ട് തോർത്തിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞു. അതിന് കിട്ടിയ വെള്ളമാണിത്. നമ്മുടെ ടോഫു നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ എടുത്തിട്ട് നമ്മൾക്ക് വേണ്ട ഒരു പാത്രത്തിൽ നന്നായിട്ട് ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രത്തിൻ്റെ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും. തോർത്തിൽ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് വെച്ചതാണിത്. ഇതിനെ നമ്മൾ നല്ലൊരു പാത്രത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. പാത്രത്തിലിട്ട ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ടോഫു ഈ ഡബ്ബേൻ്റെ അകത്താണ് ഇട്ട് വെച്ചിട്ടുള്ളത്. നമ്മുടെ ടോഫു റെഡി ആയിട്ടുണ്ട്. സോയാ പനീർ ഇത് നമുക്ക് ഈ ഷേപ്പിൽ വേണമെന്ന് വെച്ചാൽ ഷേപ്പിൽ ഇതിനകത്ത് നമ്മൾ ഇങ്ങനത്തത് ഏത് വേണ്ടിയിട്ടും നമുക്ക് ഇട്ടിട്ട് നമ്മളിങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സോയാ പനീർ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ടോഫു റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പീസാക്കിയിട്ട് ഫ്രൈ ആക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിരിയാണി വെച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഇടുവോ
നമ്മൾ പാൽ വെച്ച പനീറിൻ്റെത് എന്തെല്ലാം ചെയ്തെന്ന് വെച്ചാൽ അതെല്ലാം ഇതിനെ കൊണ്ട് നമുക്ക് ചെയ്തിട്ട് കഴിക്കാം. ഞാൻ ഈ പനീറാണ് കഴിക്കുക. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സോയാബീൻസിൻ്റെ പാലെടുത്തിട്ട് പനീർ ഉണ്ടാക്കിയിട്ട് ഈ ടോഫു ഉണ്ടാക്കിയിട്ട് നിങ്ങളും കഴിച്ച് നോക്കണം. ഈ വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ. ബൈ.